ഞാൻ പറഞ്ഞാണെങ്കിൽ ഇതല്ല ഇപ്പൊ കണ്ണടച്ചിട്ട് പോവാൻ മാറി മാറി കയറാൻ പറ്റും ഇവിടെ അവിടെ കടന്ന് കിടന്ന് കയറാൻ പറ്റും. അതിനൊക്കെ അതിന് നല്ല വഴിയാ. ആനപ്പണിയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തീറ്റവെട്ട്. തീറ്റ വെട്ടാൻ കയറുന്നത് അതും ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ്. ആളിതപ്പോൾ പനയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പട്ടവെട്ട്. അതൊരു പ്രത്യേക ശൈലിയിൽ തന്നെ വെട്ടിയാൽ മാത്രമേ അതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഒന്നാമൻ നമ്മളെ കൊണ്ട് പന ഏറ്റിക്കാറില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. ആനയെ പേടിയില്ലെങ്കിലും പുളിയെറുമ്പ് ഭയങ്കരമായിട്ടുള്ള അസഹനീയമായ വേദന തരുന്ന കടിയാണ് നമുക്ക് തരുന്നത്. പുളിയെറുമ്പിൻ്റെ കടി ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചു. ഇതാ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടോ അതാ ഉറുമ്പിൻ്റെ കടി കൊണ്ട് ഇവിടെ പാപ്പാനവിടെ പട്ടവെട്ടാൻ ആരംഭിച്ചു. ഓരോന്നായിട്ട് താരിക്ക് വെട്ടിയിടുകയാണ്. അടിയിട്ടോ പട്ട വെട്ടിയിടുമ്പോൾ അടുത്തുള്ള മരങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള അടുത്ത് നിൽക്കണ കാരണം കൊണ്ട് പട്ടകളൊക്കെ അത് തങ്ങി നിൽക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് വേണം നമുക്ക് അടുത്ത മരത്തിൽ നിന്നത് റിലീസ് ചെയ്ത് വിടാം. എന്നാൽ മാത്രമേ നമുക്ക് ആ പനയെ കയറി പട്ട വെട്ടിയതിന് വല്ല കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പനയുടെ മുകളിൽ നിന്ന് സാഹസികമായിട്ട് നിന്ന് നമ്മൾ അടുത്ത ആ സൈഡിലുള്ള മരത്തിൽ തങ്ങിക്കുന്ന പട്ട വലിച്ചിരുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഈ പനയുടെ മുകളിൽ ഉറുമ്പ്, അതുപോലെ മെരുക്, പാമ്പ്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ടാവും. നമുക്കതൊക്കെ അതിൻ്റെ മുകളിൽ കയറിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. താഴത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. മേലെ കയറി കഴിഞ്ഞ് പട്ട വെട്ടുമ്പോഴാണ് ഇതിൻ്റെ ഇടയിലുള്ള ഓരോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരിക. ഷിബിച്ചാട്ടിനും ബ്രിട്ടോയാണ് അവിടെ താഴത്ത് പട്ട അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ രാഹുലുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേർ അപ്പുറത്ത് കൂടെ പട്ട വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പാപ്പാനെ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാണിപ്പോൾ. ആളിപ്പോൾ അതിൻ്റെ മുകളിലൂടെ ആ ഒരു പട്ടയിൽ പുളിയെറുമ്പിൻ്റെ കൂടുണ്ട് എന്നാണ് പറയണത്. അത് താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കടി കൊള്ളേണ്ടി വരും. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം എന്നാണ് പറയണത്. ഇല്ലെങ്കിൽ എല്ലാ പട്ടയിലേക്കും അത് ബാധിക്കും. ഇതിലേറിയോ? അയ്യോ, കാണിക്കോട്ടെ. ഉണ്ടോ കുപ്പിച്ചിൽ കയറി ബ്രിട്ടോൻ്റെ കാലിൽ. ഇവിടെ ഫുള്ള് ബിയറും കുപ്പി കാര്യങ്ങളൊക്കെ സാമൂഹ്യ വിരുദ്ധത ഇവിടെ കയറിയിട്ട് ബിയർ ബോട്ടിൽ അതുപോലെ മദ്യക്കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. പട്ടയിൽ മൊത്തം ഉറുമ്പാണ്. ആ ഉറുമ്പ് പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അതിൽ എല്ലാ പട്ടയിലേക്കും അത് ബാധിക്കും. പിന്നെ നമുക്കത് എടുത്തിട്ട് കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഉറുമ്പിൻ്റെ കടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ.
മൊത്തം ഉറുമ്പാണ് ഈ പട്ട മൊത്തം ഉറുമ്പാണ്. ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് പട്ട കയറ്റുന്ന കുഞ്ഞുമക്കള്. അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ആനകളുടെ ഇഷ്ടം കാരണം കൊണ്ടാണ് അവർ പണിക്കൊക്കെ വേണ്ടിയിട്ട് വരുന്നത്. നമ്മുടെ വണ്ടി കണ്ടപ്പോൾ അവർ വന്നതാണ്. കുറുമ്പടിയൊക്കെ കൊണ്ടിട്ട് ഓരോ ഷർട്ട കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. അയ്യപ്പന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ എല്ലാവരും. ഇന്നിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട കുട്ടികളാണ്, ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ കുറേ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ എല്ലാവരും വേണ്ട ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. പിന്നെ ഇവരിനൊക്കെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഒരു വീഡിയോക്ക് അർത്ഥമുള്ളത്? ഇവരൊക്കെ അല്ലേ ഉൾപ്പെടുത്തേണ്ടത്. അവർക്ക് കുറുമ്പടി കൊണ്ടിട്ട് എല്ലാത്തിനും ഭയങ്കര സഹായ സഹകരണത്തോടെയാണ് പിള്ളേർ നിൽക്കുന്നത്. നമ്മുടെ പിള്ളേരാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കാണ്. പേര് പറയും, പേര് പറയും. പേരെന്താ? ഇതിന്റെ പേരോ? വിനീത്. നിന്റെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? അയ്യോ 7. ഇവരൊക്കെയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നില്ല. അതെ, ചെറിയ കുഞ്ഞു മക്കളാണ്. പാപ്പനത് അടുത്ത പനിയായിരിക്കും പോവാണ്. ആനയുടെ ഇഷ്ടാണോ? ആന ഇഷ്ടാണോ? ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് തൃശ്ശൂർ. ഇവന്റെ വീട് തൃശ്ശൂരാണ്. കർണനോ? കർണ. ഇവിടെ ആയോണ്ട് അമ്മയുടെ വീട്ടിലാണെങ്കിൽ. അതെ, ഇവിടെ എന്താ? ഇവിടെ ആരും അങ്ങനെ ഓണം ആവശ്യമില്ല, ഓണപരിപാടി. അതെ, അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് ചെറുനീര്. എവിടെ? ചെറുനീര്. ഉണ്ടായിരുന്ന 2 പനിയും ക്ലിയർ ചെയ്തിരിക്കുകയാണ് പാപ്പാൻ. ഏകദേശം ഒരു 10-30 പട്ടയോളം ഉണ്ടായിരുന്നു ഈ 2 പനിയിൽ നിന്ന്. മൊത്തം പനീനെ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞതാണ്. പനീനെ വൃത്തിയാക്കി വെട്ടി ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ കുറേ പട്ട നമ്മൾ ശേഖരിച്ചു. തീർന്നുകൊണ്ടിരിക്കുകയാണ്, കഴിയാറായി. 1-2 കൂടെ ഉള്ളൂ. ഈ പട്ടവെട്ട് മൊത്തം സഹായിച്ചവരിൽ ഇവരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. 5 പേര്. ഇത്രയും ലോഡടിക്കിയത് പിള്ളേരാണ്. ഒറ്റ തവണ അവർക്ക് കാണിച്ചു കൊടുത്തുള്ളൂ. അവരത് കറക്റ്റ് അതേപോലെ അവരും ഈ ഉറുമ്പുകടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യണത്. അവരുടെ പേര് ഈ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ്. ഇത്രയും നേരം ആക്റ്റീവായിട്ട് നിന്ന പിള്ളേരാണ്. ഒരുപാട് പട്ടുണ്ട്. ഏകദേശം ഒരു 10-50 പട്ടയോളം ഉണ്ട്. ഇത്രയും പട്ട ഇവര് തന്നെയാണ് ഈ ലോഡ് ചെയ്തത്. അമ്പാടി